നമുക്ക് ലഭിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഈ ഒറ്റ ഹദീസ് നാം ഒന്ന് കൃത്യമായി പഠിച്ചു നോക്കൂ. എല്ലാ നിസ്കാരങ്ങളുടെയും ശേഷം ഒരാൾ ആയത്തുൽ കുർസി ഓതുന്നുവെങ്കിൽ ലം യഹുല്ല ബൈനഹു വബൈന ദുഖൂലിൽ ജന്ന, അവന്റെയും സ്വർഗപ്രവേശനത്തിന്റെയും ഇടയിൽ ഒരു മറയുമില്ല, ഒരു തടസ്സവുമില്ല, അവനൊരു പ്രതിസന്ധിയുമില്ല. ഇല്ലൽ മൗത്ത്, മരണമല്ലാതെ. അങ്ങനെ പതിവായി നിസ്കാരങ്ങളുടെ ശേഷം ആയത്തുൽ കുർസി ഓതുന്നയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തടസ്സം മരണം മാത്രമേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിസ്കാരങ്ങളുടെ ശേഷം ആയത്തുൽ കുർസി ഓതുന്നതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. നമ്മൾ ധൃതി പിടിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ധൃതിയോടുകൂടി ദിക്റുകളും സലാത്തും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ എഴുന്നേറ്റ് പോരുമ്പോ, നിസ്കാരം കഴിഞ്ഞ് ധൃതി പിടിച്ചുകൊണ്ട് നാം എഴുന്നേറ്റ് പോകുമ്പോ എന്തെല്ലാം പ്രതിഫലങ്ങളാണ്, എന്തെല്ലാം മഹത്വങ്ങളാണ് നമുക്ക് നഷ്ടമാകുന്നത്. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞതിന്റെ പേരിൽ അത് കേട്ടുകൊണ്ട് നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ ദുആവും ദിക്റുകളൊന്നുമില്ല എന്നൊക്കെ പറയുന്നത്, ആരോ പറയുന്നത് കേട്ട് അതിന്റെ പിന്നാമ്പുറത്ത് കൂടി എന്തിനാണ് നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നത്? ഏതൊരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്യുന്നത് പ്രതിഫലം ലഭിക്കുമെങ്കിൽ അത് കൂട്ടമായി ചെയ്യുമ്പോഴാണ് ഒരുപാട് പ്രതിഫലം ലഭിക്കുക. കൂട്ടമായി കിട്ടുമ്പോൾ ചെയ്യുമ്പോൾ ഒരുപാട് പ്രതിഫലം ലഭിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല, ഹദീസിൽ കാണാമല്ലോ യദുല്ലാഹി അലൽ ജമാഅ, കൂട്ടായ്മയുടെ മേൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ കൈയുണ്ടെന്നാണ്. യദുല്ലാഹി എന്നാ പറഞ്ഞത്. അതിന് നമ്മൾ അർത്ഥം പറയുമ്പോൾ അള്ളാഹിന്റെ സഹായം എന്നൊക്കെ പറയും. കൂട്ടമായി ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു കൈയുണ്ടാകും, അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം ഉണ്ടാകും. അതേത് കാര്യവും അങ്ങനെ. ഒരാൾ ഒറ്റക്ക് ദിക്ർ ചൊല്ലുന്നതും കൂട്ടമായിരുന്ന് ഇങ്ങനെ ദിക്ർ ചൊല്ലുന്നതും, ഈ രണ്ട് സദസ്സുകളിൽ പ്രാധാന്യം കൂട്ടമായി ഇരുന്ന് ചെല്ലുന്നത് തന്നെയാണ്. നിസ്കാരം കഴിഞ്ഞ് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കും. വലിയൊരു തമാശ എന്താണെന്നറിയോ? വലിയൊരു തമാശ, നിസ്കാരം എല്ലാവരും കൂടി ചേർന്ന് ഇമാമിനെ തുടർന്ന് ഒരാളെ ഇമാമാക്കി മുന്നിൽ നിൽക്കുന്ന ആളെ തുടർന്നുകൊണ്ട് നിസ്കരിക്കും. സലാം വീട്ടുന്നതോടുകൂടി ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി എന്ന് പറയുന്നത് എന്തൊരർത്ഥമാണ് അതിലുള്ളത്?